തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2:4. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരു ദേശത്തിൻ്റെ പടയാളിയായിരിക്കുക എന്നത് ഒരു മഹത്തായ കാര്യമാണ്. ശത്രുവിനോട് ഏതു സമയത്തും ഏറ്റുമുട്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാലും നാടിനെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് സൈനികനുള്ളത്. അവർക്ക് രാജ്യം ജോലിക്ക് പ്രതിഫലം നൽകുന്നുണ്ടെങ്കിലും അതിലും ഉപരി ബഹുമാനിക്കുകയും അവരുടെ ത്യാഗമാണ് ദേശത്തിൻ്റെ സമാധാനത്തിന് ആധാരം എന്ന മനസ്സോടെ സ്നേഹിക്കുകയും ചെയ്യുന്നു. വളരെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ ബന്ധുക്കളെയും സ്നേഹിതരെയും ഒക്കെ വിട്ടകന്ന് ജോലി ചെയ്യുമ്പോൾ അസാധാരണമായ മാനസിക കരുത്തുണ്ടായാലേ പിടിച്ചു നിൽക്കാനാകൂ. ഓരോ പടയാളിയും അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ കൽപ്പനയ്ക്ക് വിധേയനാണ്. പലപ്പോഴും എന്തിനായി എന്ന് തനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ആജ്ഞകൾ ഉൾപ്പെടെ അയാൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചേ തീരൂ. സ്വന്തം താല്പര്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ കൂടെ ദൗത്യം തുടരണം. ജോലിയിലായിരിക്കുന്നിടത്തോളം സ്വന്തം ജീവിത കാര്യങ്ങൾ ഏറെയും അയാൾ ത്യജിക്കണം. ഒരു സൈനികൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഒരു സുവിശേഷ ശുശ്രൂഷകനെ പടയാളിയോട് ഉപമിച്ച് പൗലോസ് ഇവിടെ എഴുതുമ്പോൾ അവൻ ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് കൂടെ പൗലോസ് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കൃത്യമായി ലക്ഷ്യത്തിലെത്തി വിജയം വരിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ത്യാഗം കൂടിയേ തീരൂ. ലോക മനുഷ്യരെ പോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാനോ പ്രവർത്തിക്കാനോ കഴിയുകയില്ല. സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു യോദ്ധാവിനെ പോലെ ജീവിതത്തിൽ അച്ചടക്കവും ലക്ഷ്യബോധവും ഉണ്ടാകണം എന്നാണ്. ശ്രദ്ധ തിരിക്കാൻ പലതും വഴിയിൽ കയറി വന്നെന്നിരിക്കും. എന്നാൽ അവയെ ഗണ്യമാക്കാതെ സർവ്വസൈന്യാധിപനായ യേശുക്രിസ്തുവിന് പ്രസാദം വരുന്ന ജീവിതം നയിക്കാൻ സമർപ്പിക്കുക. ഇവിടെ നാം സഹിക്കുന്ന ത്യാഗത്തിന് ദൈവം ഒരു നാൾ തൻ്റെ ദൂതന്മാരുടെ മുന്നിൽ വച്ച് ആദരിച്ച് പ്രതിഫലങ്ങൾ തരും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.